എറണാകുളം അങ്കമാലി ബിഷപ്പ് ഹൗസിൽ 21 വൈദികർക്കെതിരെ നടന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ പോലീസ് നരനായാട്ടിനെതിരെ ജനകീയ സദസ്സ് ഫെബ്രുവരി 1-ാം തീയതി കാലടിയിൽ നടന്നു. വിശ്വാസ റാലിയും പൊതുസമ്മേളനത്തോടും കൂടി ജനകീയ സദസ്സ് അവസാനിച്ചു. കാഞ്ഞൂർ, വല്ലം, മഞ്ഞപ്ര ഫൊറോനകൾ പങ്കെടുത്തു. പള്ളികളിൽ കലാപത്തിന് കൂരിയ നേതൃത്വം നൽകുന്നു അൽമായ മുന്നേറ്റം. വാർത്ത കൊച്ചി. എറണാകുളം അതിരൂപതയിലെ പള്ളികളിൽ കലാപം സൃഷ്ടിക്കാനുള്ള കൂരിയായുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗുണ്ടായിസം തുടരാനാണ് ഇനിയും തീരുമാനമെങ്കിൽ തിരിച്ചടിക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് അൽമായ മുന്നേറ്റം മുന്നറിയിപ്പ് നൽകി. തൽസ്ഥിതി തുടരണമെന്ന് കോടതി ഓർഡർ നിലനിൽക്കുന്ന പ്രസാദഗിരി പള്ളിയിൽ റിട്ടയർഡ് വൈദികനായ ജോൺ തോട്ടുപുറം വികാരിയുടെ അനുവാദമില്ലാതെ പള്ളിയിൽ പുറത്തുനിന്നുള്ള ഗുണ്ടകളുമായി ബലമായി കടന്നു ചെന്ന് സിനഡ് കുർബാന അർപ്പിക്കാൻ നടത്തിയ ശ്രമം തടയാൻ ശ്രമിച്ച ഫാദർ വികാരി ജെറിൻ പാലത്തുങ്കലിനെ കുരുമുളക് സ്പ്രേ ഉപയോഗിച്ച് ആക്രമിച്ചവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് അൽമായ മുന്നേറ്റം ആവശ്യപ്പെട്ടു. കോടതി ഉത്തരവ് ലംഘിച്ച ഫാദർ ജോൺ തോട്ടുപുറത്തിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും അൽമായ മുന്നേറ്റം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഉദയംപേരൂർ പള്ളിയിലും സമാന രീതിയിൽ അക്രമം നടക്കുകയുണ്ടായി. ഇതിനു പിന്നിൽ വൈദികരെ പോലീസിന് അക്രമത്തിന് വിട്ടുകൊടുത്ത ക്രിമിനൽ കൂരിയ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണെന്ന് അൽമായ മുന്നേറ്റം ഓർമ്മിപ്പിച്ചു. ഈ രീതിയിൽ തുടർന്നാൽ ക്രിമിനൽ കൂരിയയിലെ ഒരു വൈദികനും ഇനിയുള്ള കാലം പോലീസ് സംരക്ഷണമില്ലാതെ പുറത്തിറങ്ങില്ലെന്ന് അൽമായ മുന്നേറ്റം ഓർമ്മിപ്പിച്ചു. എറണാകുളം അതിരൂപത വൈദികർക്ക് നേരെയുണ്ടായ പോലീസ് അക്രമത്തിന് എതിരെയുള്ള ജനകീയ വിചാരണ സദസ്സ് അവസാനിക്കുന്ന ദിവസത്തിനുള്ളിൽ മാർ ജോസഫ് പാംബ്ലാനി ഒപ്പിട്ട് നൽകിയ ധാരണകൾ നടപ്പിൽ വരുത്തിയില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുമെന്ന് അൽമായ മുന്നേറ്റം മുന്നറിയിപ്പ് നൽകി. ധാരണകൾ പൂർത്തിയായതിനു ശേഷമേ ചർച്ചകളിൽ പങ്കെടുക്കുകയുള്ളൂ എന്നും അൽമായ മുന്നേറ്റം പ്രസിഡന്റ് ഷൈജു ആൻ്റണി വക്താവ് റിജു കാഞ്ഞുകാരനും അറിയിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപത അൽമായ മുന്നേറ്റത്തിനു വേണ്ടി വക്താവ് റിജു കാഞ്ഞുകാരൻ.